ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തൊഴിൽ വാർത്തയിൽ വന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മാത്സ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം. 1. റൂറൽ ആർട്ട് ഹബ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളേവ? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3, 4. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം പ്രചരിപ്പിക്കുക, കലാരൂപങ്ങളെ സംരക്ഷിക്കുക, അന്യം നിന്നു പോകുന്ന കൈത്തൊഴിൽ വിഭാഗങ്ങളെ സംരക്ഷിക്കുക, കൈത്തൊഴിൽ മേഖലയിൽ സഹായങ്ങൾ നൽകി സുസ്ഥിര വരുമാനം ഉറപ്പാക്കുക. 2. കേരളത്തിൻ്റെ സമ്പന്നമായ കലാപൈതൃകം പ്രചരിപ്പിക്കുക, കലാരൂപങ്ങളെ എല്ലാ തലമുറയിൽപ്പെട്ടവർക്കും അനുഭവവേദ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ബി കേരള സംസ്കാര വ്യാപനം. 3. മഴമിഴി നവമാധ്യമ കലാപരിപാടികളുടെ ഗുണഭോക്താക്കൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1, 2, 3, 4 ശരി. ആദിവാസി ഗോത്ര കലാകാരന്മാർ, ഭിന്നശേഷി കലാകാരന്മാർ, തീരദേശ കലാകാരന്മാർ, വിവിധ കലകളുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ. 4. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സർഗാത്മകമായി സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം പ്രചരിപ്പിക്കാനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ സമം. 5. കലാ സാഹിത്യം സംസ്കാര മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച മൺമറഞ്ഞുപോയവരുടെ സ്മരണാർത്ഥം നിർമ്മിക്കുന്ന സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. നമുക്ക് ജാതിയില്ല വിളംബരം ശതാബ്ദി സ്മാരകം തിരുവനന്തപുരം, ഉമ്പായി മ്യൂസിക് അക്കാദമി ഫോർട്ട് കൊച്ചി, ഇടശ്ശേരി സ്മാരകം പൊന്നാനി, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം തലയോലപ്പറമ്പ്. ശരിയായ ജോഡികളേവ? ആൻസർ ഓപ്ഷൻ സി 1, 3, 4 ശരി. ഏതൊക്കെയാണ് ശരി? നമുക്ക് ജാതിയില്ല വിളംബര ശതാബ്ദി സ്മാരകം തിരുവനന്തപുരം, ഇടശ്ശേരി സ്മാരകം പൊന്നാനി, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം തലയോലപ്പറമ്പ്. 6. കേരള സാഹിത്യ അക്കാദമിയെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി മലയാളം ലിറ്ററേച്ചർ അക്കാദമിയുടെ ഇംഗ്ലീഷിലെ പ്രസിദ്ധീകരണമാണ്. 7. ഏത് വിഖ്യാത വിശ്വസാഹിത്യ കൃതിയുടെ മലയാള വിവർത്തനത്തിൻ്റെ 100ാം വാർഷിക ആഘോഷമാണ് 2025 മാർച്ചിൽ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ സി പാവങ്ങൾ. 8. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച് പ്രദർശനത്തിനെത്തിച്ച പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ 2 സംവിധായകരുടെ സിനിമകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1, 2 ശരി. അരിക്, പ്രളയശേഷം ഒരു ജലകന്യക. 9. വിശ്വപ്രസിദ്ധ സ്പാനിഷ് കൃതി ഡോൺ കിഹോത്തയെ അധികരിച്ചുള്ള കലാരൂപം മാർഗിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചത് കേരളത്തിലെ ഏത് പ്രമുഖ കലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി കഥകളി. 10. ഒളിമ്പിക് വളയത്തിലെ 5 നിറങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 2, 4 ശരി. നീല, കറുപ്പ്, മഞ്ഞ. 11. കൊള്ളപ്പലിശക്കാർ, കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരുടെ ചൂഷണങ്ങൾക്കെതിരെ ഗോത്ര ജനത നടത്തിയ കലാപം ഏത്? ആൻസർ ഓപ്ഷൻ ഡി സാന്താൾ കലാപം. 12. ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത് ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 3 എന്നിവർ. ബാലഗംഗാധര തിലകൻ, ആനി ബസന്റ്. 13. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. ഏതാണ്? 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. 14. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകി. രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചു. സി ശങ്കരൻ നായർ വൈസ്രോയുടെ കൗൺസിലിൽ നിന്നും രാജിവെച്ചു. സുഭാഷ് ചന്ദ്രബോസ് ICS ഉദ്യോഗം ഉപേക്ഷിച്ചു. ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ 1, 2, 3 ശരി. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്?
ഗാന്ധിജി കൈസർ-എ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകി. രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചു. സി ശങ്കരൻ നായർ വൈസ്രോയുടെ കൗൺസിലിൽ നിന്നും രാജിവെച്ചു. അപ്പോൾ അത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. 15. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി. ഐൻ ഇ അക്ബാരി എന്നും അറിയപ്പെടുന്നത് ഒന്നാം ഭാഗം. 16. ഏത് യുദ്ധപ്രഖ്യാപനത്തിന് ശേഷം 7 മാസത്തോളമുണ്ടായ ശാന്തതയെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വ്യാജയുദ്ധം എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ബി. രണ്ടാം ലോകയുദ്ധം. 17. 1980കളിൽ നക്ഷത്ര യുദ്ധ പദ്ധതി സ്റ്റാർ വാർ പ്രോഗ്രാം അവതരിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര്? ആൻസർ ഓപ്ഷൻ സി. റൊണാൾഡ് റീഗൻ. 18. ഒന്നാം ലോകയുദ്ധത്തിൻ്റെ മുന്നോടിയായി നടന്ന സംഭവ വികാസങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. 3 മാത്രം. മ്യൂണിക് ഉടമ്പടി. 19. കേരള കൃഷിവല സംഘത്തിന് രൂപം നൽകിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി. EMS നമ്പൂതിരിപ്പാട്. 20. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ. അയിത്ത ആചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 21. സപ്തമി വേലിയുടെ സവിശേഷത അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി. ശക്തി കൂടിയ ഇനം വേലിയേറ്റങ്ങൾ. 22. ഹിമാനികൾ മൂലമുള്ള നിക്ഷേപ ഭൂരൂപങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി. 1, 2, 3 ശരി. മൊറൈനുകൾ, എക്സ്കറുകൾ, ഡ്രംലിനുകൾ. 23. ഒരു നദിയുടെ പ്രാഥമിക പോഷക നദികൾ പരസ്പരം സമാന്തരമായി ഒഴുകുകയും രണ്ടാമത്തെ ഉപനദികൾ അവയോട് ഏതാണ്ട് 90 ഡിഗ്രി കോണിൽ ചേരുകയുമാണെങ്കിൽ ആ ഒഴുക്ക് രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ. ട്രെലിസ് മാതൃക. 24. ചുവടെ പറയുന്നവയിൽ മേഘാലയ പീഠഭൂമിയുടെ ഭാഗമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ. ലുഷായി കുന്നുകൾ. 25. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ പട്ടിക ചുവടെ നൽകുന്നു. ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇന്ത്യയുമായി അതിർത്തി ദൈർഘ്യം കൂടിയവയിൽ നിന്നും കുറഞ്ഞവയിലേക്ക് എന്നുള്ള ശരിയായ ക്രമമേത്? ആൻസർ ഓപ്ഷൻ സി. 3, 1, 2, 4. അതായത് ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, മ്യാൻമാർ. 26. ഇൻ്റർനെറ്റ് വാണിജ്യം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ആൻസർ ഓപ്ഷൻ എ. അനുച്ഛേദം 19(1). 27. താഴെ പറയുന്നവയിൽ 6 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ഡി. രാജ്യസഭാ അംഗങ്ങൾ. 28. താഴെ പറയുന്നവയിൽ രാഷ്ട്രപതി നിയമനം നടത്താത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. കേന്ദ്ര വനിതാ കമ്മീഷൻ അംഗങ്ങൾ. 29. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി. സത്യമേവ ജയതേ എന്നത് മാണ്ഡുക്യ ഉപനിഷത്തിൽ നിന്നുള്ളതാണ്. 30. ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഒന്നാം ഭരണഘടനാ ഭേദഗതി ബിൽ 1951 മെയ്യിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ബിൽ അവതരിപ്പിച്ചത്. ഒന്നാം ഭരണഘടനാ ഭേദഗതി 1951 ജൂണിൽ പ്രാബല്യത്തിലായി. ഒന്നാം ഭേദഗതി കൺകറന്റ് ലിസ്റ്റിൽ മാറ്റം വരുത്തി. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി. 1, 2, 3. ഏതൊക്കെയാണ്? ഒന്നാം ഭരണഘടനാ ഭേദഗതി ബിൽ 1951 മെയ്യിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ബിൽ അവതരിപ്പിച്ചത്. ഒന്നാം ഭരണഘടനാ ഭേദഗതി 1951 ജൂണിൽ പ്രാബല്യത്തിലായി. 31. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി. 8ാം പദ്ധതി കാലാവധി തീരും മുമ്പ് അവസാനിപ്പിച്ചു. 32. 1969 ജൂലൈയിൽ നടത്തിയ 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിന് ഉൾപ്പെടാത്ത ബാങ്കുകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി. 2, 4 എന്നിവ. ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക്. അടുത്ത 33.
ഐക്യരാഷ്ട്ര സംഘടന 1987 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച അവർ കോമൺ ഫ്യൂച്ചർ അഥവാ ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ടർ മുന്നോട്ട് വെച്ച പ്രധാന ആശയമേത്? ആൻസർ ഓപ്ഷൻ ബി, സുസ്ഥിര വികസനം. 34. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, അടിസ്ഥാന കൃഷി സമ്പ്രദായങ്ങളിൽ ഹരിത വിപ്ലവം മാറ്റം വരുത്തിയില്ല. 35. കേന്ദ്ര സർക്കാരിൻ്റെ നികുതി ഇതര വരുമാനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വിവിധ സെസ്സുകൾ. 36. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവെയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ് ആയി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വർഷമേത്? ആൻസർ ഓപ്ഷൻ ഡി, 2029. 37. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, രോഗാണുവിൻ്റെ ടോക്സിൻ നിർവീര്യമാക്കി ഉപയോഗിക്കുന്നതാണ് സാൽക്ക് വാക്സിൻ. 38. ശരീരത്തിലെ ലവണ സന്തുലനം സാധ്യമാകുന്ന ഹോർമോൺ ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ആൾഡോസ്റ്റിറോൺ. 39. വാഹന എഞ്ചിനുകളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നത് ജലത്തിൻ്റെ ഏത് ഗുണം പ്രയോജനപ്പെടുത്തിയാണ്? ആൻസർ ഓപ്ഷൻ സി, താപധാരിത. 40. ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ലോഹത്തെ അടിച്ചു പരത്തി തകിടാക്കി മാറ്റാവുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം പ്ലാറ്റിനം. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്ന സവിശേഷത ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം. ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 1ഉം 3ഉം മാത്രം ശരി. അപ്പോൾ ഏതൊക്കെയാണ് ശരി? ലോഹത്തെ അടിച്ചു പരത്തി തകിടാക്കി മാറ്റാനാകുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്ന സവിശേഷത ഡക്റ്റിലിറ്റി. 41. ഇൻ്റർനെറ്റ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്ന ക്യാപ്ച ഏതുതരം പരിശോധനയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉപയോക്താവ് മനുഷ്യനാണെന്ന് ഉറപ്പിക്കൽ. 42. മറ്റ് ഇമെയിൽ വിലാസക്കാർ അറിയാതെ കത്തിൻ്റെ പകർപ്പ് മറ്റൊരാൾക്ക് അയക്കാനായി അയാളുടെ ഇമെയിൽ വിലാസം രേഖപ്പെടുത്തേണ്ട കോളം ഏത്? ആൻസർ ഓപ്ഷൻ ബി, BEE. 43. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ സി, ഫിഷിംഗ്. 44. 2000 നിലവിൽ വന്ന IT നിയമം ഭേദഗതി ചെയ്തതെന്ന്? ആൻസർ ഓപ്ഷൻ എ, 2009 ഒക്ടോബർ 27. 45. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, വൈദ്യുതി ഇല്ലാതാകുമ്പോഴും റാമിലെ വിവരങ്ങൾ നഷ്ടപ്പെടുന്നില്ല. 46. വിവരാവകാശ നിയമപ്രകാരം വിവര വിലയ്ക്കുള്ള സ്ഥാപനങ്ങളിലെ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ആരോപണം സംബന്ധിച്ച വിവരം അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിൽ നൽകണം? ആൻസർ ഓപ്ഷൻ ഡി, 45 ദിവസം. 47. ഇന്ത്യയിലെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, പാർലമെൻറ്റ്. 48. ഗവൺമെൻറ് ബിൽ എന്നറിയപ്പെടുന്ന ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി, മന്ത്രിമാർ. 49. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, മനുഷ്യാവകാശ കമ്മീഷൻ നൽകുന്ന ശുപാർശകളിൽ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണമെന്ന് നിർബന്ധമില്ല. 50. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് പ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി പരിവർത്തനപ്പെടുത്തുന്നതോ ഉപയോഗിക്കുന്നതോ നെൽകൃഷിക്ക് വേണ്ടിയാണെങ്കിൽ അതിന്? ആൻസർ ഓപ്ഷൻ സി, അനുമതികൾ ഒന്നും തന്നെ ആവശ്യമില്ല. 71. അവിനാഷ് യൂഷ്വലി ഡാഷ് എ ഷർട്ട് ബട്ട് ഹി ഡാഷ് എ ടീ-ഷർട്ട് ടുഡേ. ആൻസർ ഓപ്ഷൻ ബി, വിയേഴ്സ് ഈസ് വിയറിംഗ്. 72. The next hurdle will be getting her parents' agreement. Choose the alternative that gives the synonym of the word underline. ആൻസർ ഓപ്ഷൻ എ, ഒബ്സ്റ്റക്കിൾ. ഇപ്പോൾ ഹർഡിലിൻ്റെ
സിനോണിമാണ് ഒബ്സ്റ്റക്കിൾ. 73. വി വുഡ് നെവർ ഹാവ് നോൺ ഡാഷ്. ആൻസർ ഓപ്ഷൻ സി, വുഡ് വി. 74. വെൻ ദേ വെർ 11 ദ ട്വിൻസ് വെർ ഡാഷ് ടു ബോർഡിംഗ് സ്കൂൾ. ആൻസർ ഓപ്ഷൻ ഡി, പാക്ഡ് ഓഫ്. 75. ഇഫ് ഷീ ഹാഡ് നോട്ട് ബ്രോക്കൺ ഹർ ലെഗ് ഷീ ഡാഷ് ഇൻ ദ ഡാൻസിങ് കോമ്പറ്റീഷൻ. ആൻസർ ഓപ്ഷൻ ബി, വുഡ് ഹാവ് ടേക്കൺ പാർട്ട്. ഇപ്പോൾ ഹാഡ് നോട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ വുഡ് ഹാവ് ടേക്കൺ പാർട്ട് വന്നിരിക്കുന്നത്. 76. വെൻ എവർ ഐ ഫീൽ ബ്ലൂ ഐ ലിസൺ ടു മ്യൂസിക്. ചൂസ് ദ ആൾട്ടർനേറ്റീവ് ദാറ്റ് ഗീവ്സ് ദ മീനിങ് ഓഫ് ദ ഐഡിയം അണ്ടർലൈൻഡ്. അപ്പോൾ ഫീൽ ബ്ലൂ എന്ന ഐഡിയത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, ടു ഫീൽ സാഡ്. 77. The company is recruiting 1000 engineers this year. Change the voice. Answer option A. 1000 engineers are being recruited this year. 78. She has put a lot of effort dash that project. Answer option C, into. 79. Choose the grammatically correct sentence. Answer option A. The board of directors decided to waive the fine imposed on her. 80. The strain of the classes dash too much for the teacher. Answer option B, was. 81. That strange noise during the night scared me dash. Answer option C, out of my wits. 82. Dash one-eyed man sat on the banks of dash Ganga. Answer option D, A, the. 83. No to means. Answer option A, to show too much respect. 84. Identify the correct pair. Answer option D, monk, none. 85. Identify the imperative sentence. Answer option B, watch your step before taking it. 86. Choose the alternative that gives a one-word substitute for. A system of fixed rules and formal behavior used at official meetings. Answer option C, protocol. 87. She said, I am a bit tired today. Change into indirect speech. Answer option A. She said that she was a bit tired that day. 88. No sooner did the policeman hear the noise dash he rushed to the spot. Answer option B, than. ഇപ്പം നോ സൂണർ വന്നു കഴിഞ്ഞാൽ എന്താണ് വരേണ്ടത്? ദാനാണ് വരേണ്ടത്. 89. You dash be ashamed to speak like this. Answer option C, should. 90. Choose the correctly spelt word. Answer option D, license. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള വേർഡ്. 91. ചെല്ലക്കുതിര എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ആൻസർ ഓപ്ഷൻ ബി, പ്രയോജനരഹിതമായ ആഡംബര വസ്തു. 92. താഴെ കൊടുത്തവയിൽ ശരിയായി എഴുതിയിരിക്കുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി, പരിണത പ്രജ്ഞൻ. 93. കണ്ണ് എന്ന പദത്തിൻ്റെ പര്യായമായി വരാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, അജിരം. 94. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ സി, യോഗി അയോഗി. 95. താഴെ കൊടുത്തവയിൽ വ്യത്യസ്തമായി സന്ധി ചെയ്യുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, കര അധികം അല്ലോ. 96. ദോഷം മാത്രം കാണുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒറ്റപ്പദം. ആൻസർ ഓപ്ഷൻ എ, പുരോഭാഗി. 97. താഴെ കൊടുത്തവയിൽ വിഗ്രഹിച്ചെഴുതിയാൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, എള്ളെണ്ണ. 98. ടു സ്മെൽ എ വാറ്റ് എന്നതിന് ശരിയായ തർജിമ. ആൻസർ ഓപ്ഷൻ എ, സംശയാസ്പദം.
99 വ്യത്യസ്തമായി സന്ധി ചേർന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, അലകടൽ. 100 പുല്ലിംഗ സ്ത്രീലിംഗ ജോഡിയിൽ തെറ്റായത് ഏത്? ആൻസർ ഓപ്ഷൻ സി, മഹാൻ മഹിത. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെച്ചേക്കുക.